നിനക്ക് കാത് തന്ന, നിനക്ക് കണ്ണ് തന്ന നിൻ്റെ റബ്ബിൻ്റെ വചനങ്ങൾ നിൻ്റെ മുന്നിൽ ഇങ്ങോട്ട് തെളിയുമ്പോൾ നീ അത് തട്ടി മാറ്റി നീ കാണുന്ന ഓഹ്, അതിനെപ്പറ്റി ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യില്ല. അത് കണ്ടേ പോകും അവന്. ആ റീലൊന്ന് കണ്ട് അതിൻ്റെ അർത്ഥം ഒന്ന്, ഖുർആൻ്റെ വചനം അതിൻ്റെ അർത്ഥം ഒന്ന് കേട്ടിട്ടേ പോകും. സോഷ്യൽ മീഡിയയിലും റീൽസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, ഇസ്ലാമിക പ്രഭാഷണം മറ്റുള്ളതൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഖുർആൻ്റെ റീല് നമ്മൾ കാണുമ്പോൾ അത് തട്ടി മാറ്റാനുള്ളൊരു ത്വര ഉള്ളിൽ നിന്നുണ്ടെങ്കിൽ നമ്മൾ അടഞ്ഞു പോവാണ്, നമ്മുടെ ഹൃദയം അടഞ്ഞു പോവാണ്. എപ്പോഴും ശ്രദ്ധിക്കണത്, അബദ്ധത്തിൽ ഇതുവരെ പറ്റിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പൂർത്തി തരട്ടെ. അള്ളാഹുവിൻ്റെ വചനങ്ങൾ എൻ്റെ 586 മെഗാ പിക്സൽ കണ്ണ് തന്ന ആ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഒന്ന് കാണാൻ എനിക്ക് സമയമില്ലേ? ഈ റീൽസിൻ്റെ ഇടയിൽ നിന്ന് വരുന്നൊരു ഖുർആൻ്റെ വചനം, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം നമ്മൾ നരകത്തിൽ നമ്മുടെ സീറ്റ് ഇങ്ങനെ തെരഞ്ഞു പോവാണ്. ഭയങ്കര ഗുരുതര വിഷയം അത്. അതുകൊണ്ട് അത് കാണുന്നില്ലേ, ഞാൻ പഴച്ചെന്നാണ് മനസ്സിലാക്കിയാൽ മതി. ആ ഖുർആന്റെ റീല് വന്നിട്ട് ഞാൻ കാണുന്നില്ലേ, ഞാൻ പഴച്ചു. എൻ്റെ മേലെ തോളത്ത് മറ്റാൾ ഇരിക്കുന്നുണ്ട്, ഇബ്ലീസിന്റെ മക്കള്. അവരിങ്ങനെ ഡ്രൈവ് ചെയ്യാണ്, തലയിൽ കണ്ടോ കണ്ടോ കണ്ടോ. വളരെ ഈസിയാണ്, അവർക്ക് ഒറ്റ ഒന്നും പണിയൊന്നുമില്ല, റിമോട്ട് ഉണ്ട്. വളരെ ഈസിയാണ്. ആ റീലട് കാണുക. ഇതെൻ്റെ കണ്ണ് തന്നവൻ, എൻ്റെ കാത് തന്നവൻ്റെ വചനങ്ങളാണ്. ഇത് കാണാതെ പോകുന്നത് ഞാൻ എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമമാണ്. ഞാൻ നന്ദി കെട്ടവന്. അത് കാണുക. അടിക്കും, ഷോക്ക് അടിച്ച് വന്നു കഴിഞ്ഞാൽ അതാണ് ഓഫാക്കും. മതി, നീ നന്മയിൽ അതിന് രക്ഷപ്പെട്ട് നീ അതിന് ഖുർആൻ്റെ ആയത്ത് കാരണമായി. നീ കണ്ടുകൊണ്ടിരുന്ന, വെറുതെ കണ്ടുകൊണ്ടിരുന്ന റീലുകളിൽ നിന്ന് നീ ഒഴിവാവാണ്. ഈ ഒരൊറ്റ വചനം കാരണം നീ ചിലപ്പോൾ ഞാനൊക്കെ മിക്ക സമയത്തും അതുകൊണ്ട് ഓഫാക്കും. മൊബൈൽ അതോടുകൂടി കഴിഞ്ഞ് പിന്നെ അവനായിട്ട് ജോലി ചെയ്യും, അല്ലെങ്കിൽ ഖുർആൻ പാടിക്കും. അപ്പം എന്തായി? നന്മയിലേക്കായി. അള്ളാഹു ഏത് കാലത്തും ദഅവത്ത്, അള്ളാഹുവിൻ്റെ വിളി നടക്കുന്നുണ്ട് എന്നർത്ഥം. അള്ളാഹുവിൻ്റെ വിളി സോഷ്യൽ മീഡിയയിൽ നിങ്ങളറിയാതെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതാണ് സത്യം. അള്ളാഹുവിന് അനീതിയും ചെയ്യുന്നില്ല, അള്ളാഹുവിന് അന്യായി മൊബൈലുള്ള എല്ലാ മനുഷ്യൻ്റെ അടുത്തും എത്തുന്നുണ്ട്, അല്ലാത്തവർക്ക് അല്ലാത്ത മാർഗത്തിൽ എത്തുന്നുണ്ട്. പക്ഷെ നിങ്ങൾ തട്ടിക്കളിയാണ്. വേണ്ട, ഇതാണ് തട്ടിക്കളയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്താണ് ഞാൻ ഈ തട്ടിക്കളയും? എന്താണ് ഞാൻ ഈ തട്ടിക്കളയുന്നത്? എന്നെ സൃഷ്ടിച്ച ആ സൃഷ്ടാവിൻ്റെ ആ വചനങ്ങൾ അതുപോലെ നമ്മളോട് കേൾക്കണ് കാതിരിക്ക്. അപ്പം നമുക്ക് അതിൽ താല്പര്യമില്ലായ്മയുണ്ട്, അല്ലെങ്കിൽ അതിലെന്തോ ബോറടിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, പിശാചിന്റെ മേത്ത് കുടിനാട്ടിയിരിക്കുന്നത്. പിശാചിന്റെ അണ്ടറിലാണ് അവൻ. നിന്റെ മേലെ കുടിനാട്ടിക്കഴിഞ്ഞ് കേട്ടോ, അത് കേട്ടാൽ തന്നെയാണ് പോവുള്ളത്. അത് കേട്ടാലേ പിശാച് പോവുള്ളൂ. അത് കേട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ പിന്നെ നീ തീർച്ചയായിട്ടും നീ വല്ല വൃത്തികേടിലേക്കാണ് പോകുന്നത്. നീ കാണൂല, ഒഴിവാകും. അത് ഹൈറാണ്. കാരണം ഈ ലോകത്തുള്ള ജീവിതം ആകെ 40-45 കൊല്ലമുള്ളൂ. അത് കഴിഞ്ഞ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പോയി. പിന്നെ പുതിയ കണ്ണ് പരലോകത്താണ് തരുന്നത്. അവിടെ ശ്വാസതമായ കോടാനു കൊല്ലങ്ങൾ സ്വർഗത്തിലേക്ക് വേണ്ടിയിട്ടായി കണ്ണ് ഉപയോഗിക്കേണ്ടത്, നരകത്തിൽ കത്തിക്കൊണ്ടേ ഇരിക്കാനല്ല. മൊബൈൽ ഇങ്ങനെ നോക്കുമ്പോഴേ ഖുർആൻ പരമായിട്ടുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഒന്ന് അപ്പോൾ മറ്റേ വന്ന് ചാടും. ഇത് റീൽസ് കാര്യങ്ങളും അത് നോക്കിക്കോ നിന്നോട് എത്ര പറയുന്നവരെ അത് നോക്കി ശ്രദ്ധിക്കുക, എന്താ ഇത് പറയുന്നത് എന്ന്. മറ്റങ്ങനെ തോന്നിച്ചേരുകയാണ് അടച്ചോനെ. അതായത് നമ്മൾ എന്തൊന്ന് കാണുമ്പോഴും ഇത് നമ്മൾ കാണുന്ന പോലെ തന്നെ അള്ളാഹും കാണുന്നുണ്ട്. സദാസമയം അള്ളാഹു നമ്മളെ വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നിങ്ങൾ ഏതൊരു റൂമിൻ്റെ ഉള്ളിൽ ബെഡ്ഷീറ്റൊക്കെ നോക്കി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അള്ളാഹു കാണുന്നുണ്ട്. അള്ളാഹു കാണുന്നുണ്ടെന്ന് മാത്രമല്ല, നിങ്ങളെ ഹൃദയത്തിലെ ചിന്തകളെ പോലും അള്ളാഹുവിനെ അറിയാം. 2 മലക്കുകൾ ഇതിങ്ങനെ കിറാമൻ കാത്തിബ് ഇതിങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. റെക്കോർഡായി പോകുന്ന നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും. ഇതറിയുന്ന ഒരാൾ എങ്ങോട്ട് പോയി ഒളിക്കും? അവൻ ഉടനെ അതിൽ മാറുക, എന്നിട്ട് തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കും. ഇനി ഞാൻ അത് ചെയ്യില്ല, ഇനി അങ്ങനെ അനാവശ്യമായിട്ടുള്ള ഒന്നും സെർച്ച് ചെയ്യില്ല, ഇനി അനാവശ്യമായതൊന്നും കാണില്ല, എന്നോട് കരുണ കാണിക്കാൻ റബ്ബേ എനിക്ക് പൂർത്തി തരണമെന്ന് അള്ളാഹുലേക്ക് ആത്മാർത്ഥമായിട്ടാണ് മടങ്ങിയാൽ മതി. ആ സമയം ഖുർആനിലേക്കാണ് പോയാൽ മതി. ഒരു അമാനി തഫ്സീർ വെറുതെ ഒന്ന് നോക്കുക, ഖുർആൻ വിശദീകരണം അതിന് നോക്കിക്കഴിഞ്ഞാൽ അത്രയും ഇൻട്രസ്റ്റിങ്ങാണ്. ഇത്രയും കാര്യങ്ങൾ ഈ ജാക്കിർ നായിക്കിൻ്റെ സ്പീച്ചുകൾ മലയാളത്തിൽ കിട്ടുന്നുണ്ട്. MM അക്ബറിൻ്റെ സ്പീച്ചുകൾ, മുജാഹിദ് ബാദ്ഷാഹിൻ്റെ സ്പീച്ചുകൾ, ഇതെല്ലാം നമ്മുടെ സർവ്വ സംശയങ്ങളും ദൂരീകരിക്കുന്ന ആളുകളെ ചോദ്യങ്ങളും അതിന് ഉത്തരം പറയുന്ന എത്രയോ ഉണ്ട്.
അതുപോലെ എത്രയോ അള്ളാഹിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റിയുള്ള അറിവുകൾ, അതല്ലാതെ ഈ മനുഷ്യർ കാട്ടുന്ന ചില്ലനൊക്കെ റീലാക്കി എന്തൊക്കെയോ റീൽസുകൾ, ഇതെല്ലാം കണ്ട് ഏറ്റവും ലജ്ജയില്ലാത്ത രൂപത്തിൽ ആളുകൾ എന്താ അതിനൊക്കെ പറയാ, അതിലൊന്നും പോയി ഏറ്റവും മോശമായിട്ട് ഈ റീൽസും മറ്റൊക്കെ ഇടുന്നുണ്ട് ആൾ. അതിലൊന്നും പോയി ഒരിക്കലും ചാടരുത്. കാരണം അള്ളാഹു കാണുന്നുണ്ട്, പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. അള്ളാഹു എൻ്റെ എല്ലാ മനസ്സിലുള്ളത് പോലും അറിയുന്നുണ്ട്. ഈ ഒരു ധാരണ ഒരു മനുഷ്യന് എപ്പോഴും ഉണ്ടാവണം. ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരം മുസീബത്തിൽ നിന്നെല്ലാം അള്ളാഹ് കാണുന്നുണ്ടെന്നാണ് ആ പേടിൻ്റെ അപ്പോൾ ഭഗവാന്